ഇഡി ഉദ്യോഗസ്ഥനെതിരായ കൈക്കൂലി ആരോപണത്തിൽ ചാർട്ടേഡ് അക്കൌണ്ടന്റ് രഞ്ജിത്ത് വാര്യരെ ഇഡി ചോദ്യം ചെയ്യുന്നു. PMLA കേസ് ഒതുക്കി തീർക്കാൻ ഇഡി ഉദ്യോഗസ്ഥർ ഇടനിലക്കാർ വഴി കൈക്കൂലി വാങ്ങിയെന്നായിരുന്നു പരാതി. ഇഡി കേസിൽ പ്രതിയായ അനീഷ് ബാബുവാണ് ഈ കേസിലെ പരാതിക്കാരൻ. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരനാണ് ചേരുന്നത്. ജിജീഷ്, വളരെ പ്രധാനപ്പെട്ട ഒരു യോഗമാണ് ഇപ്പോൾ നടക്കുന്നത്. എന്താണ് ലഭിക്കുന്ന വിവരങ്ങൾ? നീലിമ, രഞ്ജിത്ത് വാര്യരെ ചോദ്യം ചെയ്യുന്നത് ഇപ്പോൾ തുടരുകയാണ്. കാരണം പ്രധാനമായും നേരത്തെ അന്വേഷണ ഉദ്യോഗസ്ഥനായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ ശേഖർ കുമാറിനെതിരെ പരാതി ഉന്നയിച്ചുകൊണ്ട് അനീഷ് കുമാർ എന്ന കശുവണ്ടി വ്യവസായി രംഗത്ത് വന്നിരുന്നു. ഈ കശുവണ്ടി വ്യവസായിക്കെതിരെ നിരവധി തെളിവുകളടക്കം അന്വേഷണ സംഘം കള്ളപ്പണ കേസിൽ PMLA കേസ് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്ത് തുടർ നടപടികൾ സ്വീകരിക്കുകയായിരുന്നു. ഇതിനിടയിലാണ് അനീഷ് കുമാർ ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഉന്നയിച്ചത്, അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ ആരോപണം ഉന്നയിച്ചത്. അന്ന് ആരോപണം ഉന്നയിച്ചതിനൊപ്പം തന്നെ ഇതിൽ വിജിലൻസ് അന്വേഷണം ആരംഭിക്കുകയും വിജിലൻസ് ഉയർത്തിയ ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൽ ആരോപണ വിധേയനായ ഉദ്യോഗസ്ഥൻ ഒപ്പം തന്നെ ചാർട്ടേഡ് അക്കൗണ്ടന്റായ രഞ്ജിത്ത് വാര്യരും തമ്മിൽ ചില സംഭാഷണങ്ങൾ അല്ലെങ്കിൽ നിരന്തരമായി ആശയവിനിമയങ്ങൾ നടത്തിയിരുന്നു. അത് കേസുകൾ നിന്ന് ഒഴിവാകുന്നതും കൈക്കൂലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് ഇത്തരത്തിലുള്ള സംഭാഷണങ്ങൾ ഉണ്ടായത്. ഇതിന് പ്രത്യേകമായി തന്നെ ആപ്പുകൾ തയ്യാറാക്കിയിരുന്നു. ആ ആപ്പുകൾ വഴിയാണ് രഞ്ജിത്ത് വാര്യരുമായി സംസാരിച്ചിരുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളായിരുന്നു വിജിലൻസ് ഇക്കാര്യത്തിൽ ചൂണ്ടിക്കാണിച്ചത്. എന്നാൽ അന്വേഷണ സംഘത്തെ വിജിലൻസിനെ സംബന്ധിച്ചിടത്തോളം കാര്യമായ തെളിവുകളൊന്നും ഇതിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥനെതിരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ തങ്ങളുടെ ഉദ്യോഗസ്ഥനെതിരെ വന്നിരിക്കുന്ന പരാതി എന്നതിന്റെ അടിസ്ഥാനത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം ആരംഭിക്കുകയായിരുന്നു. ശേഖർ കുമാറിനെതിരായ പരാതിയിൽ എത്രമാത്രം കഴമ്പുണ്ട് എന്ന കാര്യം പരിശോധിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ കേസിൽ ആരോപണ വിധേയനായിട്ടുള്ള, പ്രത്യേകിച്ച് വിജിലൻസ് കുറ്റാരോപണനാക്കി ഉയർത്തിയിട്ടുള്ള രഞ്ജിത്ത് വാര്യരെ വിശദമായി തന്നെ ചോദ്യം ചെയ്യുന്നത്. അത്തരത്തിൽ ഏതെങ്കിലും സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ വഴി പരസ്പരം ബന്ധപ്പെട്ടിരുന്നോ എന്നും കേസുകൾ ഒതുക്കുന്നതിന് വേണ്ടി ഇരുവരും തമ്മിൽ സംഭാഷണങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പരിശോധിക്കുകയും ചെയ്യുന്നത്. അത്തരത്തിൽ അന്വേഷണം ഒരു ഭാഗത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുകയാണ്. നിലിമ, ശരി, ജിജീഷാണ് വിവരങ്ങൾ നൽകിയത്.